നിങ്ങൾ ഈ ഫോട്ടോയൊന്ന് കാണണം. എന്താണ് ഫോട്ടോയിലുള്ളത്? പതാകയുമായി നിൽക്കുന്ന BJP പ്രവർത്തകർ. അവർ പതാക വീശി കാണിക്കുന്നുണ്ട്, അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. ആരെയാണ് അഭിവാദ്യം ചെയ്യുന്നത്? ഷാഫി പറമ്പലിനെ. വടകരയിലെ നിയുക്ത MPയെ സ്വീകരിക്കുകയും നിയുക്ത MPയെ അഭിവാദ്യം ചെയ്യുകയുമാണ് BJP പ്രവർത്തകർ ചെയ്യുന്നത്. ഇത് പഴയ ഫോട്ടോയല്ല, ഇത് പുതിയ ഫോട്ടോയാണ്, പുതിയ ദൃശ്യങ്ങളാണ്. റിപ്പോർട്ടർ ചാനലാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോകളാണ് പ്രേക്ഷകർ കാണുന്നത്. മിന്നുന്ന വിജയമാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നേടിയത്. അദ്ദേഹം പാലക്കാടായിരുന്നു, അദ്ദേഹത്തിൻ്റെ നാട്ടിലായിരുന്നു. പാലക്കാട് എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട്. അദ്ദേഹം പാലക്കാട് MLA ആണ്, അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ വടകരയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ വടകരയിൽ മത്സരിക്കാൻ കൊണ്ടുവന്ന് വടകരയിൽ മത്സരിച്ച് മിന്നുന്ന വിജയം നേടുമ്പോൾ അദ്ദേഹം പാലക്കാടുണ്ട്. പാലക്കാട് നിന്ന് ജയിപ്പിച്ച മണ്ഡലത്തിലേക്ക് വടകരയിലേക്ക് വരികയാണ് ഷാഫി പറമ്പിൽ. അങ്ങനെ ഷാഫി പറമ്പിൽ വരുന്ന വഴിക്ക് BJP പ്രവർത്തകർ പതാകയുമായി നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു, ഷാഫി പറമ്പിലിനെ അഭിവാദ്യം ചെയ്യുന്നു. ഈ ഫോട്ടോകളാണ്, ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട ദൃശ്യങ്ങൾ. എന്തുകൊണ്ട് BJP പ്രവർത്തകർ ഷാഫി പറമ്പിലിനെ അഭിവാദ്യം ചെയ്യുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചൂടുള്ള രാഷ്ട്രീയ ചർച്ച. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ആ ഭാഗത്തേക്ക് നോക്കുന്നേയില്ല. ആ ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്ന, അല്ലെങ്കിൽ പറയിപ്പിക്കേണ്ടവരോട് ഉത്തരം പറയിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അതിലൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട നമ്മുടെ മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കുന്നേയില്ല. അവർ എപ്പോഴും ക്ലിഫ് ഹൗസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിമാരുടെ വീടുകളിലേക്കും AKG സെന്ററിലേക്കും പിണറായി വിജയന്റെ മകളിലേക്കുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ക്യാമറ തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ അഭിവാദ്യത്തിന്റെ രാഷ്ട്രീയം എന്നല്ലേ? വടകരയിൽ മത്സരിക്കാൻ വരുന്നു ഷാഫി പറമ്പിൽ. എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട് നിന്ന്. പാലക്കാടിന്റെ പ്രത്യേകത എന്താണ്? പാലക്കാട് BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി നിയമസഭാ ഇലക്ഷനിൽ ശ്രീധരൻ മെട്രോമാൻ ജയിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ജയിക്കുമെന്ന് എല്ലാവരും കരുതുകയും ചെയ്ത മണ്ഡലമാണ്. ഒരിക്കലും നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കരുത്, നിലവിലുള്ള അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കുന്നു, അവിടെ V ശിവൻകുട്ടി ജയിക്കുന്നു. പിന്നീട് അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടായിരുന്നത് പാലക്കാടാണ്. പക്ഷെ പാലക്കാട് അക്കൗണ്ട് തുറക്കരുത് എന്ന കൃത്യമായ നിലപാട് CPIM എടുക്കുന്നു. അതിന്റെ ഭാഗമായി CPIM വോട്ടുകൾ ഷാഫി പറമ്പിലിന് കിട്ടുന്നു. ഷാഫി പറമ്പിൽ തന്നെ അത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് CPIM വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന്. ഒരു ദുർബല സ്ഥാനാർത്ഥിയെയാണ് പാലക്കാട് CPIM മത്സരിപ്പിച്ചത് എന്നുകൂടി ഓർക്കണം. അങ്ങനെ CPIMന്റെ വോട്ടുകൾ മറച്ചു കൊടുത്ത് ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കുന്നു. എന്തിന്? ശ്രീധരൻ ജയിക്കാതിരിക്കുന്നതിന് വേണ്ടി, BJP അക്കൗണ്ട് തുറക്കാതിരിക്കുന്നതിന് വേണ്ടി. ആ ഷാഫി പറമ്പിലിനെയാണ് അവിടെ നിന്ന് വടകരയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിന്? ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം. UDFന്റെ പാനൽ, കോൺഗ്രസിന്റെ പാനൽ. ആ പ്രദേശത്ത് എവിടെയും, കണ്ണൂർ പ്രദേശത്ത് എവിടെയും മുസ്ലിം പേരുള്ള ആരുമില്ലേ? ഷമാ മുഹമ്മദ് ഉണ്ടായിരുന്നില്ലേ? T സിദ്ദിഖ് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ആരെങ്കിലും മത്സരിപ്പിക്കായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നത്? പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്ന് വടകരയിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചാൽ പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കും. ആ ബൈ ഇലക്ഷൻ നടന്നാൽ അവിടെ ജയിക്കാൻ സാധ്യത BJPക്കുണ്ട്. BJPക്ക് നല്ല സ്വാധീനമുണ്ട്. നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. നഗരസഭ ഭരിക്കുന്നത് BJP. അതുകൂടാതെ 3 പഞ്ചായത്തുകൾ കൂടി നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ആ 3 പഞ്ചായത്തുകളിൽ 2 പഞ്ചായത്ത് UDFന്റേത്, 1 LDFന്റേത്. എന്ന് വെച്ചാൽ BJPക്ക് നല്ല സ്വാധീനമുണ്ട്. നല്ല സ്വാധീനമുള്ള സ്ഥലം, BJPക്ക് ജയിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് തന്നെ, ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയി മത്സരിപ്പിച്ചതിന് പിറകിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള വഴി തുറന്നിടുകയാണ് ചെയ്യുന്നത് എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നതാണ്. ആരും അത് മുഖവിലേക്കെടുത്തില്ല. അതിനിടയിലാണ് ഒരു ശബ്ദരേഖ പുറത്തു വന്നത്. BJP കേന്ദ്രങ്ങളിൽ ഓരോ ബൂത്തിലും ഏറ്റവും ചുരുങ്ങിയത് 30 വോട്ട് മറിച്ച് ഷാഫി പറമ്പിലിന് കൊടുക്കണമെന്ന് പറയുന്ന സന്ദേശം. അതിനെ എതിർത്തുകൊണ്ട് ഒരു BJP പ്രവർത്തകൻ സംസാരിക്കുന്നു, മീഡിയയോട് സംസാരിക്കുന്നു. RSSന്റെയും BJPയുടെ നേതാക്കൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണമെന്ന്. എന്തിന്? ഷാഫി പറമ്പിലിന് എന്തിന് BJP വോട്ട് ചെയ്യുന്നു? കാരണം ഷാഫി പറമ്പിൽ അവിടെ ജയിക്കേണ്ടത് BJPയുടെ കൂടി ആവശ്യമാണ്. BJPയുടെ കൂടി വോട്ട് കൊണ്ടാണ്, BJP കൃത്യം വോട്ട് മറിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വടകരയിൽ ഷാഫി പറമ്പിലിന് ജയിക്കാൻ കഴിയുന്നത്. അങ്ങനെ BJP വോട്ട് കൊണ്ട് ജയിച്ചു വന്ന ഷാഫി പറമ്പിലിനെയാണ് അഭിവാദ്യം ചെയ്യുന്നത് BJP പ്രവർത്തകർ. കാരണം ഞങ്ങളുടെ ഒരു ദൗത്യം പൂർത്തിയായിരിക്കുന്നു,
ഞങ്ങൾ ഒരടി മുന്നോട്ട് നടന്നിരിക്കുന്നു. ഇനി അടുത്ത ദൗത്യം അത് പാലക്കാട് ഒരു BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നതാണ്. അതിലേക്ക് വഴി തുറന്ന് തന്നിരിക്കുന്നു ഷാഫി പറമ്പിൽ. അത് താങ്കളോട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് കൊടിവീശി പതാക വീശി അഭിവാദ്യം ചെയ്യുകയാണ് BJP പ്രവർത്തകർ ചെയ്യുന്നത്. ഒരു സംശയം വേണ്ട, പാലക്കാട് അടുത്ത തവണ BJP അക്കൗണ്ട് തുറക്കാനുള്ള അതിൻ്റെ പരമാവധി ശ്രമം നടത്തും. വേണമെങ്കിൽ നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് പ്രചാരണം നടത്താൻ പോലും അവർ മടിക്കില്ല. 2-3 ദിവസം വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചിലപ്പോൾ പാലക്കാട് വന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അത്രമാത്രം BJPക്ക് ആഗ്രഹമുണ്ട് പാലക്കാട് നിന്ന് ഒരു അക്കൗണ്ട് തുറക്കാൻ. ഒരു അക്കൗണ്ട് തുറന്നതാണ് കോൺഗ്രസിന്റെ സഹായത്തോടെ നേമത്ത്. ഇപ്പോഴിതാ കോൺഗ്രസിന്റെ സഹായത്തോടെ തൃശ്ശൂരും അക്കൗണ്ട് തുറന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ വോട്ട് 1 ലക്ഷത്തോളം വോട്ട് കുറയുന്നു. ആ 1 ലക്ഷത്തോളം വോട്ട് കൂടുന്നു സുരേഷ് ഗോപിക്ക്. LDFന്റെ വോട്ട് കൃത്യമായും നിലനിർത്തുക മാത്രമല്ല 16,000-ഓളം വോട്ടുകൾ കൂടുതൽ നേടുന്നു LDF സ്ഥാനാർത്ഥി. ആലോചിച്ച് നോക്കണം, കോൺഗ്രസിന്റെ വോട്ട് കുറയുന്നു. അപ്പോഴും എന്തുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു എന്ന ചർച്ച ചെയ്യാനാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരേക്ക് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ ഒരു കോൺഗ്രസ് നേതാക്കളും തയ്യാറാകുന്നില്ല എന്നതാണ്. എന്തുകൊണ്ട് ഷാഫി പറമ്പലിനെ പാലക്കാട് നിന്നും ിലേക്ക് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. അതിന്റെ ഉത്തരമാണ് ഈ പതാക, ഈ അഭിവാദ്യം. RSSന്റെയും BJPയുടെയും പ്രവർത്തകർ ഷാഫി പറമ്പലിന് കൊടുക്കുന്ന പതാക ഉയർത്തി കാട്ടി വീശിക്കൊണ്ടുള്ള അഭിവാദ്യം. അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. കാരണം ഇത് വ്യക്തമായും കൃത്യമായും BJP കോൺഗ്രസ് ഡീലാണ്. ആ ഡീൽ എവിടെ നിന്ന് ആർ തമ്മിലുണ്ടാക്കി എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. കാരണം ആ ചോദ്യം കെ മുരളീധരൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടില്ല. എന്നെ എന്തിന് ഈ വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് മാറ്റി, വടകരയിൽ നിന്നാൽ ഞാൻ ജയിക്കുമായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട് കെ മുരളീധരൻ. അതിനുള്ള ഉത്തരം അവർ ഇതുവരെ നൽകിയിട്ടില്ല. പരസ്യമായി പറയേണ്ട കാര്യമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ അകത്ത് പറയണം. ഏറ്റവും ചുരുങ്ങിയത് കെ മുരളീധരനോടെങ്കിലും പറയണം. അപ്പോൾ കൃത്യമായും എന്ത് നടന്നു എന്ന് വ്യക്തമാകും. എന്ത് നടന്നു എന്ന് കോൺഗ്രസ് പറയുകയൊന്നും വേണ്ട. രാഷ്ട്രീയം കൃത്യമായി ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ നീക്കങ്ങളെല്ലാം ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ, നിരീക്ഷിച്ചാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഇത് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഡീലാണ്. അത് ആര് നടത്തി, എന്തിനു നടത്തി എന്ന കാര്യം മാത്രമാണ് ഇനി അറിയാനുള്ളത്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരാതിരിക്കില്ല. അതിൻ്റെ സൂചനകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഒടുവിലത്തെ സൂചനയാണ് ഷാഫി പറമ്പലിന് BJP പ്രവർത്തകർ കൊടുത്ത ഈ സ്വീകരണം, ഈ അഭിവാദ്യം.